ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റോയിക്യോമെട്രിയെക്കുറിച്ചാണ്. അപ്പോൾ സ്റ്റോയിക്യോമെട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഡീൽസ് വിത്ത് ദി കാൽക്കുലേഷൻസ് ഓഫ് മാസസ് ആൻഡ് സംടൈംസ് വോള്യൂംസ് ഓഫ് ദി റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ് ഇൻവോൾവ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ സ്റ്റോയിക്യോമെട്രി മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ എഴുതേണ്ടത്, നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് കെമിക്കൽ ഇക്വേഷൻസിനാണ്. അപ്പോൾ എന്താണൊരു കെമിക്കൽ ഇക്വേഷൻ? നിങ്ങളെല്ലാവരും ഒത്തിരിയേറെ ഇക്വേഷൻസ് എഴുതിയിട്ടുണ്ടല്ലോ. എന്താണൊരു കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ബ്രീഫ് റെപ്രസെൻറ്റേഷനാണ്. ബ്രീഫ് റെപ്രസെൻറ്റേഷൻ ഓഫ് എ കെമിക്കൽ ചേഞ്ച്. അപ്പോൾ ആ ബ്രീഫ് റെപ്രസെൻറ്റേഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ എഴുതുന്നത് അവിടെ ഇൻ ടേംസ് ഓഫ് സിമ്പിൾസും പിന്നെ ഫോർമുലാസ് ഓഫ് സബ്സ്റ്റൻസസ് ഇൻവോൾവ് ഇൻ ഇറ്റ്. സബ്സ്റ്റൻസസ് പറഞ്ഞാൽ റിയാക്റ്റൻസിൻ്റെയും പ്രോഡക്ട്സിൻ്റെയും സിമ്പിൾസോ ഫോർമുലാസോ ഒക്കെ വെച്ചിട്ട് ഒരു കെമിക്കൽ ചേഞ്ചിനെ റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? കെമിക്കൽ ഇക്വേഷൻ. ഇപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു സിമ്പിൾ എക്സാമ്പിളാണ്, കമ്പസ്റ്റൻ ഓഫ് മീഥെയ്ൻ. ഒത്തിരിയേറെ നിങ്ങൾ എഴുതിയിട്ടുള്ള ഒരു ഇക്വേഷൻ തന്നെയാണ്. കമ്പസ്റ്റൻ മീൻസ് റിയാക്ടിങ് വിത്ത് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ അല്ലേ? അപ്പോൾ എപ്പോഴും കമ്പസ്റ്റൻ പ്രോഡക്ട്സ് നമുക്കറിയാം, ഇറ്റ് ഈസ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. അപ്പോൾ നമ്മൾ ഈ ഒരു കെമിക്കൽ ഇക്വേഷൻ എഴുതുമ്പോൾ അതെപ്പോഴും എന്തായിരിക്കണം? ബാലൻസ്ഡ് ആയിരിക്കണം. അപ്പോൾ നമുക്കിവിടെ എഴുതി നോക്കാം. മീഥെയ്ൻ CH4 + O2 gives CO2 + H2O. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇക്വേഷൻ വിൽ ബി അൺബാലൻസ്ഡ്. അപ്പോൾ ഇക്വേഷൻ എപ്പോഴും നമ്മൾ എന്താ ചെയ്യണം? ബാലൻസ് ചെയ്യണം. അപ്പോൾ ബാലൻസ് ചെയ്യാനായിട്ട് റിയാക്റ്റൻസും പ്രോഡക്ട്സും കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ CH4-നകത്ത് ഒരു കാർബൺ ഉണ്ട്, അപ്പുറത്തും ഒരു കാർബൺ. ഓക്കെ, ഇൻ ടേംസ് ഓഫ് കാർബൺ ഇറ്റ് ഈസ് ബാലൻസ്ഡ്. ടേംസ് ഓഫ് ഹൈഡ്രജൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 4 ഹൈഡ്രജൻ ഉണ്ട്, അപ്പുറത്ത് 2 പേരേ ഉള്ളൂ. അപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 2 ആഡ് ചെയ്യണം. അപ്പോൾ ഇറ്റ് ബിക്കംസ് 2H2O. അപ്പോൾ ഇൻ ടേംസ് ഓഫ് ഹൈഡ്രജൻ ഇറ്റ് ഈസ് ബാലൻസ്ഡ്. ഇൻ ടേംസ് ഓഫ് ഓക്സിജൻ ഇവിടെ 2O2 ഉണ്ട്, 2 ഓക്സിജനേ ഉള്ളൂ. ഇപ്പുറത്തെടുത്ത് കഴിഞ്ഞാൽ 4 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ 2 കൊടുക്കുക. അപ്പോൾ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്താവും? CH4 + 2O2 gives CO2 + 2O2. അപ്പോൾ ഇപ്പുറത്തെ ഈ CH4ഉം O2ഉം എന്താണ്? അതിനെ റിയാക്റ്റൻസ് എന്ന് പറയും. CO2ഉം H2O പ്രോഡക്ട്സ് ആണ്. അപ്പോൾ പിന്നെ അതിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ്സും കൂടെ ഇൻഡിക്കേറ്റ് ചെയ്യണം അതിൻ്റെ താഴെ ചെറിയ ബ്രാക്കറ്റിൽ. അപ്പം ഫിസിക്കൽ സ്റ്റേറ്റ് ഇതെല്ലാം ഗ്യാസസ് ആയതുകൊണ്ട് എല്ലാം ഗ്യാസസ് ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ലിക്വിഡ് ആണെങ്കിൽ ലിക്വിഡ്, സോളിഡ് ആണെങ്കിൽ എസ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാം അതിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റും കൂടെ അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കണം. അപ്പോൾ ഇവിടെ ഒരു കെമിക്കൽ ഇക്വേഷൻ നിങ്ങൾക്ക് 2 രീതിയിലുള്ള ഇൻഫർമേഷൻസാണ് തരുന്നത്. ഒന്ന് ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻ, ഇനി ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ. ഇപ്പോൾ ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻ ഒന്നും ഇവിടെ ചോദിക്കുന്നില്ല. ദറ്റ് ഈസ് ക്വാളിറ്റേറ്റീവ് മീൻസ് ആരൊക്കെയാണ് റിയാക്റ്റൻസ്, ആരൊക്കെയാണ് പ്രോഡക്ട്സ്. അപ്പോൾ നമ്മൾ എങ്ങനെ ഇതിനെ പ്രോഡക്ട്സ്, കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെ കണ്ടുപിടിക്കും, വാട്ടർ എങ്ങനെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും, അതിനൊക്കെ വേറെ ടെസ്റ്റുകളുണ്ട്. അതൊന്നും നമ്മളിവിടെ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻസ് മാത്രമാണ്. ബിക്കോസ് നമുക്ക് പ്രോബ്ലംസല്ലേ ഡീൽ ചെയ്യേണ്ടത്. വി ആർ ഡീലിംഗ് വിത്ത് കാൽക്കുലേഷൻ ഓഫ് മാസസ് ആൻഡ് വോള്യൂംസ് ഓഫ് റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ്. അപ്പം നമുക്ക് വേണ്ടത് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷനാണ്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ്ലി ഇത് എന്തൊക്കെ ഇൻഫർമേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യും? അപ്പോൾ ആദ്യത്തേത് ഇൻ ടേംസ് ഓഫ് മോളിക്യൂൾസ് എഴുതാം, ഇൻ ടേംസ് ഓഫ് മോൾസ് എഴുതാം, ഇൻ ടേംസ് ഓഫ് മാസ് എഴുതാം, ഇൻ ടേംസ് ഓഫ് വോള്യൂംസ് എഴുതാം. അപ്പോൾ 4 രീതിയിലുള്ള ഇൻഫർമേഷനാണ് ഈ കെമിക്കൽ ഇക്വേഷൻ തരുന്നത്. അപ്പോൾ മോളിക്യൂൾസ് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് പറയാം 1 മോളിക്യൂൾ. ഇവിടെ റേഷ്യോ ഒന്ന് നോക്കിയേ. 1 മീഥെയ്ൻ, 2 ഓക്സിജൻ, 1 കാർബൺ ഡൈ ഓക്സൈഡ്, 2 വാട്ടർ. അപ്പോൾ റേഷ്യോ എന്ന് പറയുന്നത് ഇവിടെ 1, 1, 2, ഇവിടെ 1, 2. അപ്പോൾ മോളിക്യൂൾസ് പറയുകയാണെങ്കിൽ 1 മോളിക്യൂൾ ഓഫ് മീഥെയ്ൻ റിയാക്ട്സ് വിത്ത് 2 മോളിക്യൂൾസ് ഓഫ് ഓക്സിജൻ ടു ഗീവ് 1 മോളിക്യൂൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് 2 മോളിക്യൂൾസ് ഓഫ് വാട്ടർ. അപ്പോൾ ഇവിടെ റേഷ്യോ നോക്കുവാണെങ്കിൽ 1 ആണ്, ഓക്സിജൻ 2 ആണ്, കാർബൺ ഡൈ ഓക്സൈഡ് 1 ആണ്, വാട്ടർ 2 ആണ്. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ബൈ അവഗാഡ്രോ നമ്പർ. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ ടേംസ് ഓഫ് മോൾ എഴുതാൻ പറ്റും അല്ലേ? അപ്പോൾ മോളാണെങ്കിൽ 1 × N എന്ന് പറഞ്ഞാൽ 1 മോൾ, ദിസ് ഇസ് 2 മോൾസ്, ഇതും 1 മോൾ, ഇതും 2 മോൾ. ഇനി ഇൻ ടേംസ് ഓഫ് മാസ് എഴുതുവാണെങ്കിൽ 1 മോൾ ഓഫ് എനി സബ്സ്റ്റൻസ് ഓക്യുപ്പൈസ് എ മാസ് ദറ്റ് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് ഗ്രാം മോളിക്കുലർ മാസ്. അപ്പോൾ മീഥെയ്ൻ്റെ ഗ്രാം മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് 16 grams ആണ് അല്ലേ? കാർബൺ 12, 4 ഹൈഡ്രജൻ, 12 + 4 ദാറ്റ് ഗിവ്സ് യു 16.
ഇതെന്ന് പറയുന്നത് ഓക്സിജൻ ഡയറ്റോമിക് ആണ്. അപ്പോൾ 16 × 32. പിന്നെ ഇവിടെ 2 പേരുണ്ട്, റേഷ്യോ 2 ആണ്. 2 മോൾസ് ഉണ്ട്. അപ്പോൾ 2 × 32 എന്ന് പറയുന്നത് 64 grams. ഇവിടെ 1 mole ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, 1 mole മീൻസ് അതിൻ്റെ ഗ്രാം മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് 44 ആണ്. ഇനി 2 moles ഓഫ് വാട്ടർ, ദറ്റ് ഈസ് 2 × 18, ദറ്റ് ഈസ് ഈക്വൽ ടു 36. അപ്പോൾ മോളാർ വോളിയം ഇൻ ടേംസ് ഓഫ് മോളാർ വോളിയം പറയുവാണെങ്കിൽ 1 mole ഓഫ് എനി സബ്സ്റ്റൻസ് അറ്റ് STP ഓക്യുപ്പൈസ് എ വോളിയം ഓഫ് 22.4 liters. അങ്ങനെ ഇൻ ടേംസ് ഓഫ് വോളിയം ആണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് നമുക്കൊരു ചെറിയ പ്രോബ്ലം ചെയ്ത് നോക്കാം. ഞങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന പ്രോബ്ലം തന്നെയാണ്. കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് വാട്ടർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ കമ്പസ്റ്റൻ ഓഫ് 16 grams ഓഫ് മീഥെയിൻ. അപ്പോൾ ഇത് ആദ്യം നോക്കുക, പ്രോബ്ലം വായിച്ച് നോക്കുക. എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ ഗ്രാംസ്, അപ്പോൾ മാസാണ് വേണ്ടത്. ഇവിടെ കൊടുത്തിരിക്കുന്നതും മീഥെയിൻ്റെ മാസാണ്, 16 grams ഓഫ് മീഥെയിൻ. അപ്പോൾ നമുക്ക് വേണ്ടത് മാസ് റേഷ്യോ ആണ് വേണ്ടത്. ഇവിടെ 2 പേരെ മാത്രം മതി നമുക്ക്, മീഥെയിനും പിന്നെ വാട്ടറും, അല്ലേ, വാട്ടറും മീഥെയിനും മാത്രം മതി. അപ്പോൾ അതിൻ്റെ മീഥെയിൻ എന്ന് പറയുന്നത് 1 മോളേ ഉള്ളൂ, വാട്ടർ എന്ന് പറയുന്നത് 2 moles ഉണ്ട്. അപ്പോൾ മോളിലല്ല, ഇൻ ടേംസ് ഓഫ് മാസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1 mole ഓഫ് മീഥെയിൻ എന്ന് പറയുന്നത് എൻ്റെ മാസ് എന്ന് പറയുന്നത്, മോളാർ മാസ് എന്ന് പറയുന്നത് 16 grams ആണ്. അപ്പോൾ ഇവിടെ 2 moles ഓഫ് വാട്ടർ ഉണ്ട്, ദാറ്റ് ഈസ് അത് ബാലൻസ്ഡ് ഇക്വേഷൻ പറയുന്നു, ദറ്റ് ഈസ് 1 mole ഓഫ് മീഥെയിൻ തരുന്നത് 2 moles ഓഫ് വാട്ടർ ആണെന്ന്. ഇൻ ടേംസ് ഓഫ് മാസ് എഴുതുവാണെങ്കിൽ ദറ്റ് വിൽ ബി ഈക്വൽ ടു 36 grams. അപ്പോൾ ഇത് നമുക്ക് കണ്ണടച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഇതിനകത്ത് നിന്ന് തന്നെ, ഈ ഇക്വേഷനിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ തന്നെയാണ് പ്രോബ്ലമിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 16 gram മീഥെയിൻ ഉണ്ടെങ്കിൽ എത്ര വാട്ടർ കിട്ടും? 36 grams ഓഫ് വാട്ടർ. വളരെ ഈസി ആയിട്ടുള്ള പ്രോബ്ലം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ മെനി മോൾസ് ഓഫ് മീഥെയിൻ ആർ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 22 grams ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. സോ 1 മോളിലാണ് കൊടുത്തിരിക്കുന്നത്, മീഥെയിൻ്റെത് മോള്. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡാണ് ചോദിച്ചിരിക്കുന്നത്. 22 gram കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെങ്കിൽ എത്ര മോൾസ് ഓഫ് മീഥെയിൻ വേണം? അപ്പോൾ ഇവിടെ നമ്മുടെ ബാലൻസ്ഡ് ഇക്വേഷൻ പറയുന്നത് 1 mole ഓഫ് മീഥെയിൻ, ദറ്റ് ഈസ് മീഥെയിൻ ഗീവ്സ് 1 mole ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. 1 mole ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് 44 grams ആണ്, പക്ഷേ ചോദിച്ചിരിക്കുന്നത് 22 grams ആണ്. അപ്പോൾ നേരെ പകുതിയാണ്. അപ്പോൾ പകുതിയാണെങ്കിൽ എത്ര മോൾ വേണമായിരിക്കും? 0.5 mole അല്ലേ? അപ്പോൾ ഇതും വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ്. സോ ഇങ്ങനെയുള്ള പ്രോബ്ലംസാണ് ഇതിനകത്ത് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതിയിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ റേഷ്യോ ഒക്കെ എഴുതിയിട്ട് വേണം പ്രോബ്ലംസ് ചെയ്യാനായിട്ട്.